ആണുങ്ങൾക്ക് എന്താന്ന് വെച്ചാല് അവരെ എല്ലാം ഈ സ്ത്രീകൾ മുഴുവനും ചീത്ത പറയും അടിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ അവരിതൊക്കെ പറയും. എന്ത് ചെയ്യും? പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെയാണോ ചേച്ചി? സാധാരണ ജീവിതത്തിൽ അങ്ങനെയാണോ? പരസ്പര ബഹുമാനത്തോടെ ജീവിക്കണ്ടേ? നമ്മുടെ സാധാരണ ജീവിതത്തില് പരസ്പര ബഹുമാനത്തോടെ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കഥയല്ലോ സംഭവിച്ചല്ലോ. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കഥ മാത്രം സീരിയലിൽ കണ്ടോണ്ടിടനം അനുഭവിക്കപ്പെടുന്ന പുരുഷന്മാരുടെ കഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിപ്പോ ചേച്ചി സംബന്ധിച്ചത് അങ്ങനല്ല. അങ്ങനെയുള്ള കഥ മാത്രം ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്. സുഗമോ ദേവി സീരിയലിൽ ഞാൻ ഭാർഗവി എന്ന് പറഞ്ഞൊരു അമ്മയായിട്ട് അഭിനയിക്കുന്ന അവിടുത്തെ ഒരു അപ്പൂപ്പൻ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഭാർഗവി നിങ്ങൾ പറയണില്ലേ ഭാർഗവി ചിരിക്കും എന്നൊക്കെ, അങ്ങേർക്ക് ഭാർഗവിയുടെ ഒച്ചയായിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു അപ്പൂപ്പനുണ്ട്. അറിയാം നിങ്ങൾക്ക്? അവരും കാണുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അതേപോലെയാണ് ആ സീരിയൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പല പല കാര്യങ്ങൾ എല്ലാ സീരിയലും സീരിയലുകളെ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കും. അതാ പറഞ്ഞ അതുപോലെ അതിന് കുഴപ്പമില്ല. പ്രിയങ്ക ഒരു മറുപടി. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആന്റിയോടാണ്. ബിക്കോസ് ഇവരെല്ലാരും കുറെ ആക്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ആന്റി എന്ന് പറയുമ്പോ ഈ റീസെന്റ് ഒരു വീട്ടമ്മയിൽ നിന്നാണ് ഒരു ആക്ട്രസ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കണത്. സോ ആ ഒരു ഷിഫ്റ്റ് ഇവർ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ പറയുന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആന്റി എത്രത്തോളം യോജിക്കുന്നു? ആ വീട്ടമ്മയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോ ഉണ്ടായ ആ ഒരു ഷിഫ്റ്റിനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്. മോളെ മോക്കറിയാത്തൊരു കാര്യമുണ്ട്. മികച്ച നാടക നടിയായിരുന്നു ചേച്ചി. നമ്മളൊക്കെയാണ് വീട്ടമ്മയിൽ നിന്ന് വന്നത്. ചേച്ചി പ്രൊഫഷണലി മികച്ചൊരു ആർട്ടിസ്റ്റ്. ഞാൻ കണ്ടിരിക്കുന്നത് അതെ എൻ പിള്ള സാറിന്റെ സമിതിയിലുണ്ട്. എൻ പിള്ള സാറിന്റെ വിശ്വകേരള കലാസമിതി. അഭിനയിച്ചിട്ടുണ്ടോ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതൊരു കൈയടി കൊടുക്കാം.